നമസ്കാരം. അമേരിക്കൻ പ്രതിനിധികൾക്കായി കാത്തുനിൽക്കാതെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും സംഘവും ഇസ്ലാമാബാദ് വിട്ടിരിക്കുകയാണ്. ഇതോടെ പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ നടക്കേണ്ടിയിരുന്ന നിർണായക ചർച്ചകൾ വീണ്ടും വഴിമുട്ടി. ഇറാൻ സംഘം മടങ്ങിയതിന് പിന്നാലെ അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും അവരുടെ പാകിസ്ഥാൻ യാത്ര റദ്ദാക്കിയതായാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും ചർച്ചകൾ പൂർത്തിയാക്കിയാണ് ഇറാൻ സംഘം മസ്കറ്റിലേക്ക് തിരിച്ചത്. എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഇവർ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് തന്റെ പ്രതിനിധികളുടെ യാത്ര റദ്ദാക്കിയതെന്നാണ് ട്രംപിന്റെ പക്ഷം. വൈറ്റ് ഹൌസ് നേരത്തെ ഇവർ പാകിസ്ഥാനിലേക്ക് തിരിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഇസ്ലാമാബാദിലെ കനത്ത സുരക്ഷയും ലോക്ക്ഡൌണും ഏർപ്പെടുത്തിയ ഒരാഴ്ചയായി പാകിസ്ഥാൻ ചർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തിവരികയായിരുന്നു. എന്നാൽ നേരിട്ടുള്ള ചർച്ചയിൽ നിന്നും ഇറാൻ പിൻവാങ്ങിയത് ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ഇറാൻ സംഘം ഒമാൻ സന്ദർശനത്തിന് ശേഷം റഷ്യയിലേക്ക് പോകുമെന്നാണ് വിവരം. ഇവർ വീണ്ടും പാകിസ്ഥാനിലേക്ക് എത്തിയേക്കുമെന്ന സൂചനകൾ ഉണ്ട് എങ്കിലും ഔദ്യോഗികമായി ഇക്കാരണത്തിൽ യാതൊരുവിധ സ്ഥിരീകരണവും എത്തിയിട്ടില്ല. പാകിസ്ഥാൻ നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും സംഘവും ഇസ്ലാമാബാദ് വിടുകയായിരുന്നു.